നമസ്കാരം. ഇന്ത്യൻ ടീമിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനു വേണ്ടി പോരടിക്കുന്ന ഋഷഭ് പന്തിനെയും സഞ്ജു സാംസണെയും താരതമ്യം ചെയ്യുകയാണ് മുൻ മധ്യനിര ബാറ്ററും സൂപ്പർ ഫീൽഡറുമായിരുന്ന മുഹമ്മദ് കൈഫ്. ICC ചാമ്പ്യൻസ് ട്രോഫി ടീം പ്രഖ്യാപനത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഋഷഭും KL രാഹുലും വിക്കറ്റ് കീപ്പർമാരായി ടീമിലെത്തുമെന്ന സൂചനയ്ക്കിടയിലാണ് കൈഫ് ഇക്കാര്യം പറയുന്നത്. ഋഷഭിന്റെ വിക്കറ്റ് കീപ്പിംഗ് മികവിനെ പ്രശംസിച്ച അദ്ദേഹം മുൻ ഇതിഹാസ നായകൻ കൂടിയായ MS ധോണിയുമായിട്ടാണ് താരതമ്യം ചെയ്തത്. എന്നാൽ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിലെ ബാറ്റിംഗ് എടുത്താൽ ഋഷഭിനേക്കാൾ കേമൻ സഞ്ജുവാണെന്നും കൈഫ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ സഞ്ജു സാംസൺ ഇപ്പോൾ വളരെയേറെ മുന്നേറി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മുഹമ്മദ് കൈഫിന്റെ നിരീക്ഷണം. സഞ്ജു സാംസൺ ഇപ്പോൾ മുന്നിലെത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഇക്കാര്യം മനസ്സിലാക്കുകയും വേണം. ഋഷഭ് പന്തിന്റെ കാര്യമെടുത്താൽ ആളുകൾക്ക് വൈകാരികമായി ഒരു അടുപ്പമുള്ളതായി കാണാൻ സാധിക്കും. ടെസ്റ്റിൽ അദ്ദേഹം വലിയ മാച്ച് വിന്നർ തന്നെയാണ്. ഗാബയിൽ ഋഷഭിന്റെ പ്രകടനവും സൗത്ത് ആഫ്രിക്കയിലെ സെഞ്ചുറിയുമെല്ലാം ആർക്കും മറക്കാൻ കഴിയില്ല. വിദേശത്തെ സാഹചര്യങ്ങളിൽ പെർഫോം ചെയ്യാറുണ്ടെന്നും കൈഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിക്കറ്റ് കീപ്പിംഗ് മിടുക്ക് താരതമ്യം ചെയ്യുകയാണെങ്കിൽ സഞ്ജു സാംസണിന് മുകളിലായിരിക്കും ഋഷഭ് പന്തിന്റെ സ്ഥാനമെന്നാണ് മുഹമ്മദ് കൈഫിന്റെ വിലയിരുത്തൽ. സഞ്ജു സാംസൺ നല്ല വിക്കറ്റ് കീപ്പർ തന്നെയാണ്. പക്ഷേ വിക്കറ്റ് കീപ്പിംഗിൽ അദ്ദേഹത്തെക്കാൾ മിടുക്കൻ ഋഷഭ് പന്താണെന്ന് കാണാനാകും. ഇക്കാര്യത്തിൽ MS ധോണിയുടെ ലെവലിലേക്കും ഋഷഭ് എത്തിക്കഴിഞ്ഞതായും കൈഫ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഋഷഭ് പന്തിന് വിക്കറ്റ് കീപ്പിംഗിൽ മുൻതൂക്കമുണ്ടെങ്കിലും വൈറ്റ് ബോൾ ഫോർമാറ്റിലെ ബാറ്റിംഗ് നോക്കിയാൽ സഞ്ജു സാംസൺ ആണ് ക്യാമനെന്ന് മുഹമ്മദ് കൈഫ് പറയുന്നുണ്ട്. ഏകദിനത്തിൽ 55-ന് മുകളിൽ ബാറ്റിംഗ് ശരാശരിയുള്ള താരമാണ് സഞ്ജു. T20-ലാവട്ടെ 3 സെഞ്ചുറികളും അടുത്തിടെ അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചു കഴിഞ്ഞു. വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ബാറ്റിംഗ് എടുത്താൽ അവിടെ മുന്നിൽ നിൽക്കുന്നത് സഞ്ജു സാംസൺ ആണെന്ന് പറയാം. അദ്ദേഹം ഋഷഭ് പന്തിനേക്കാൾ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞതായാണ് കരുതുന്നത്. വളരെ ഗംഭീരമായിട്ടാണ് സഞ്ജു ഇപ്പോൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ നടന്ന T20-കളിൽ എത്ര അനായാസമായിട്ടാണ് അദ്ദേഹം സെഞ്ചുറികൾ അടിച്ചെടുത്തത്. 4കളേക്കാൾ കൂടുതൽ 6റുകളും അടിച്ചിരുന്നു. അനായാസം 6റുകൾ അടിക്കാനുള്ള കഴിവ് സഞ്ജുവിനുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം സ്ഥിരതയുള്ള താരമായി മാറിക്കഴിഞ്ഞതായും കൈഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഋഷഭിന്റെ ഏകദിന കരിയർ എടുത്താൽ 31 മത്സരങ്ങളിൽ നിന്നും 33.50 ശരാശരിയിൽ 871 റൺസും 76 T20-കളിൽ നിന്നും 23.25 ശരാശരിയിൽ 1209 റൺസുമാണ് ഇതിനകം സ്കോർ ചെയ്യാനായിട്ടുള്ളത്. ഏകദിനത്തിൽ 1 സെഞ്ചുറിയും 5 50കളും അടിച്ച അദ്ദേഹത്തിന് T20-യിൽ 3 50കൾ മാത്രമേ കുറിക്കാനായിട്ടുള്ളൂ. അതേസമയം സഞ്ജു 16 ഏകദിനങ്ങളിൽ നിന്ന് 56.66 ശരാശരിയിൽ അടിച്ചെടുത്തത് 510 റൺസാണ്. 1 സെഞ്ചുറിയും 3 50യും അടക്കമാണിത്. T20-യിൽ 37 മത്സരങ്ങളിൽ നിന്നും 27.93 ശരാശരിയിൽ 810 റൺസും നേടിയിട്ടുണ്ട്. 3 സെഞ്ചുറിയും 2 50യും അടക്കമാണിത്.